വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അവൾ പറഞ്ഞത് കേട്ട് അർജുൻ ദക്ഷിണയൊന്ന് നോക്കി. അവനതൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊന്ന് നോക്കിയിരിക്കുന്നത് കണ്ട് അർജുൻ അവളോട് പൊക്കോളാൻ പറഞ്ഞതും അവൾ വേഗം തന്നെ അവിടുന്ന് പോയിരുന്നു. എന്താ മോനെ നിനക്കൊരു ഇളക്കം? എന്തിളക്കം? പിന്നെ അതൊരു പാവം കോച്ചാ, ആ ഒരു സിമ്പതി അത്രേ ഉള്ളൂ. ദക്ഷിൻ്റെ ചോദ്യം കേട്ടതും അർജുൻ എളിച്ചുകൊണ്ട് പറഞ്ഞതും അത് കേട്ടെന്നപ്പോൾ ദക്ഷൻ ഒന്ന് തറപ്പിച്ച് മൂടി. ഹോസ്പിറ്റലിലെത്തിയതും റിസപ്ഷനിൽ നിന്നും അറിഞ്ഞ വിവരപ്രകാരം വേഗം തന്നെ ഐസിയുവിന് മുന്നിലേക്ക് ഓടിയപ്പോൾ കാണുന്നത് ചേരിൽ കളഞ്ഞു തളർന്നിരിക്കുന്ന അമ്മയെയും അമ്മുവിനെയും വിച്ചുവിനെയാണ്. ചേച്ചി! എന്നെ കണ്ടതും അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ചു. അമ്മു, കരയാതെ, എന്താ അച്ഛന് പറ്റിയേ? അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു ചേച്ചി, അപ്പൊ തന്നെ കുഴഞ്ഞും വീണു. എന്താ പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ കാരണം? അത് ഇനി വീട്ടിലേക്ക് അമ്മാവനും അമ്മായും വന്നിരുന്നു. ചേച്ചിയെ സഞ്ജയ്ക്ക് വേണ്ടി ആലോചിക്കാൻ അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ട് അച്ഛനെ കുറെ മോശമായി എന്തൊക്കെയോ പറഞ്ഞിട്ടാ പോയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ... ബാക്കി പറയാനാവാതെ അമ്മ വിതുമ്പിയതും അവരേക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിറകണ്ണുകളുമായി നിന്നു. സമയം ഇഴഞ്ഞ് നീങ്ങുന്നതിനനുസരിച്ച് നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഡോക്ടറും വന്ന് അച്ഛന് അറ്റാക്കാണെന്നും ഇന്ന് തന്നെ മേജർ സർജറി വേണമെന്നും അതിനുവേണ്ടി 4 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയതും തളർന്നു പോയിരുന്നു. എൻ്റെ കൃഷ്ണ, എന്ത് പരീക്ഷണമായത്! ഇത്രയും രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? കാശില്ലേ അച്ഛൻ? ആരോട് സഹായം ചോദിക്കുന്ന അറിയാതിരിക്കുമ്പോഴാണ് തോളിലൊരു കരസ്പർശം അറിയുന്നത്. മിഴികൾ ഉയർത്തിയതും തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് ഒരു നിമിഷം ആശ്വാസം തോന്നി. തനിക്ക് നേരെ അവർ സഹായം വെച്ച് നീട്ടിയപ്പോൾ പ്രത്യുപകാരമായിട്ട് അവർക്ക് താൻ ചെയ്തു കൊടുക്കേണ്ടത് കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ച് നിൽക്കാനായുള്ളൂ. പക്ഷേ അകത്ത് കിടക്കുന്ന ജീവനയോത്ത് സമ്മതം മൂളുമ്പോൾ മനസ്സ് കല്ലായി പോയിരുന്നു. അറിഞ്ഞില്ല ആ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ്. പിന്നീട് തൻ്റെ ജീവിതത്തിൽ അരങ്ങേറുന്നതിനൊക്കെ ഒരു പാവ പോലെ നിന്നു കൊടുക്കാനായുള്ളൂ. രാജീവ് മാമ, അമ്മയുടെ ഏട്ടൻ, ഇടയ്ക്ക് സഞ്ജയും അവൻ്റെ അമ്മയും കാണാതെ ഞങ്ങളെ കാണാൻ വരാറുണ്ടായിരുന്നു. പറ്റുന്ന പോലെ അമ്മായി അറിയാത്ത സഹായങ്ങളും ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ തൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കാൻ ഇവരും കാരണക്കാരല്ലേ? മോളെന്താ ആലോചിക്കുന്നതെന്ന് മാമക്കറിയാം. ക്ഷമിക്കണം, മോളെ സഞ്ജയ്ക്ക് തരില്ലെന്ന് പറഞ്ഞ ദേഷ്യത്തില് അവൾ എന്തൊക്കെയോ മോശമായി കുറേ സംസാരിച്ചു. അത് വിടു മാമേ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞങ്ങളുടെ അച്ഛൻ... മോള് വിഷമിക്കാതെ, ആ കാര്യം പറയാനാ ഞാൻ പറഞ്ഞത്. നരേന്ദ്രൻ്റെ ഓപ്പറേഷന് വേണ്ട പണം ഞാൻ തരാം. പക്ഷേ ഒക്കെ പറയാതെ തന്നേ, ബാക്കി ഞാൻ പറഞ്ഞോളാം. ഇയാൾ ചെല്ലാൻ നോക്ക്. അതും പറഞ്ഞ് പെട്ടെന്നാണ് സഞ്ജയ് അങ്ങോട്ട് വന്നത്. അവനെ ഒന്ന് നോക്കി രാജീവ് രാധികയുടെ അടുത്തേക്ക് നടന്നു. എന്താ എൻ്റെ സ്വീറ്റ് ഹാർട്ട്, പേടിച്ചു പോയോ? പേടിക്കണ്ട, നിന്റെ അച്ഛൻ ജീവനോട് വരും. പണം എൻ്റെ തന്ത തരും, പകരം നിന്നെനിക്ക് വേണം. നടക്കില്ല സഞ്ജയ്, ആരുടെ മുന്നിൽ കൈ നീട്ടിയാലും നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ട. നിന്റെ ഈ വീറും വാശിയുമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ തന്തപ്പിടിയെ മാത്രമല്ല, നീ മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന 2 ഉണ്ടല്ലോ, അവരെ അങ്ങ് മറന്നേക്ക്. അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ അമ്മയുടെ അടുത്തേക്ക് നോക്കി. ക്യാനീനിലേക്ക് വെള്ളം വാങ്ങാൻ പോയ അമ്മുവും വിച്ചുവും ഇനിയും വന്നിട്ടില്ലെന്ന് കണ്ടതും ഉള്ളിൽ തീയാണ്. എടാ, എവിടെ അമ്മുവും വിച്ചുവും? അവർക്ക് എന്തെങ്കിലും പറ്റിയ ജീവനോട് വീട്ടിലെ നിന്ന് ഞാൻ... അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തിൽ അലറി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വീറ്റ് ഹാർട്ട് പേടിക്കണമെന്ന്. അവരിപ്പോ എൻ്റെ ആളുകളുടെ കയ്യിലാണ്. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ അവരെ ഞാൻ ഒന്നും ചെയ്യില്ല. അവരെൻ്റെ കൂടെ കൂറപ്പിറപ്പുകളല്ലേ. നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണം. ഇല്ലേ നിന്റെ അച്ഛനെയും സഹോദരങ്ങളെ നീ കാണില്ല. സഞ്ജയായി പറയുന്നത്. ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത് എന്നെങ്ങനെ ഉപദ്രവിക്കാൻ? ഇതിന് ഭേദം നിനക്ക് എന്നെ കൊല്ലായിരുന്നില്ലേ? അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലില്ല നിന്നെ ഞാൻ. എൻ്റെ ദേഷ്യവും പകയും തീരുന്നവരെ സ്നേഹിച്ചു കൊല്ലുകയുള്ളൂ. നിന്നെ എനിക്ക് വേണ്ടി ചോദിച്ചു വന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും നിന്റെ തന്തപ്പിടി എന്നെ പോലൊരു ആവാസന മകളെ തരില്ലെന്ന് പറഞ്ഞ് അപമാനിച്ച് ഇറക്കി വിട്ടു. അതിന് ശിക്ഷയായി നീ എൻ്റേതാകുന്നത് അയാൾ കാണണം. നീ എൻ്റെ കാൽ കീഴിൽ കിടന്ന് നിരകിക്കുന്നത് കണ്ട് ചങ്ക് പൊട്ടി ചോകണം അയാൾ. അത് കണ്ട് എനിക്ക് സന്തോഷിക്കണടി. ഏതെങ്കിലും വിധത്തിൽ എന്നെ കൊടുക്കാൻ നോക്കിയാ നിന്റെ അനിയനെയും അനിയത്തെയും മാർക്കുന്നതാവും നല്ലത്. അതിനെൻ്റെ ഒരു മിസ് കോൾ മതി. വേണ്ട സഞ്ജയ്, അവരൊന്നും ചെയ്യല്ലേ. നീ പറഞ്ഞ എന്തും ഞാൻ അനുസരിക്കാം. അവരെ വെറുതെ വിട് പ്ലീസ്. ഓക്കെ, അവരെ വിടാം. ഞാനുമായുള്ള കല്യാണത്തിന് പിന്മാറാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ ചുട്ടി ചാമ്പലാക്കും ഞാൻ. അറിയാലെന്നെ, കാര്യം കാണാൻ ഒന്നും ചെയ്യാൻ മടിയില്ല എനിക്ക്. ഒരുങ്ങിയിരുന്നോ?
എൻ്റെ കൂടെ ജീവിക്കാൻ. അപ്പോൾ വരട്ടെ മൈ സ്വീറ്റ് ഹാർട്ട്. കവിളിൽ കുത്തിപ്പിടിച്ച് അതും പറഞ്ഞ് അവൻ പോയി. അവൻ പോകുന്നു നോക്കി നിർവികാരതയോടെ നിൽക്കുമ്പോഴാണ് അമ്മ വന്നത്. ആ മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു രാജീവ് മാമ എല്ലാം അമ്മയോട് പറഞ്ഞു എന്ന്. അമ്മേ, നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? അതും പറഞ്ഞ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്തിനാ മോളെ നീ സമ്മതിക്കാൻ പോയത്? എനിക്ക് വേറെ നിവർത്തിയില്ല അമ്മേ. ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ കുട്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയല്ലോ. എന്ത് വിധിയാ ഈശ്വര ഇത്. അപ്പോഴേക്കും അമ്മവും വിച്ചുവും കരഞ്ഞുകൊണ്ട് ഓടി വന്നിരുന്നു. അവൻ്റെ ആളുകൾ പിടിച്ചു വെച്ചപ്പോൾ രണ്ടുപേരും നന്നായി പേടിച്ച് പോയിട്ടുണ്ട്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. രാജീവ് മാമൻ ഓപ്പറേഷനുള്ള പണം അടച്ചതും അച്ഛൻ്റെ ഓപ്പറേഷൻ കണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി. ഞാൻ നാട് വിട്ട് പോയാലൊന്ന് പേടിച്ചാകും സഞ്ജയ് അവൻ്റെ ആളുകളെ ഞങ്ങളെ നിരീക്ഷിക്കാൻ ഹോസ്പിറ്റലിൽ നിർത്തിയത്. തൻ്റെ നിസ്സഹായാവസ്ഥ ഓർത്ത് കണ്ണുനീരൊഴുക്കാൻ മാത്രമേ ഞങ്ങൾക്കായുള്ളൂ. ഒരു നിമിഷം ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഇങ്ങനെ പരീക്ഷിക്കുന്ന ദൈവത്തിനോട് ദേഷ്യം തോന്നി. ഒരാഴ്ച കഴിഞ്ഞതും അച്ഛനെ വാർഡിലേക്ക് മാറ്റി. കൂടെ നിൽക്കാൻ ഒരാൾ മതി എന്നതുകൊണ്ട് അമ്മയെയും വിച്ചുവിനെയും അമ്മുവിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പതിയെ അച്ഛനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അവൻ്റേതാണ്. എല്ലാം അവർ തന്നെ തീരുമാനിച്ചിരുന്നു. എല്ലാത്തിനും ഒരു കളിപ്പാവയായി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. എന്താ മോളെ ഈ പറയുന്നേ? അവനെ പോലെ ഒരുത്തൻ എൻ്റെ മോൾക്ക് വേണ്ട മോളെ. വേണച്ച, ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതാണ്. അവനായിട്ട് കുറച്ചു മുമ്പ് എനിക്കുണ്ടാക്കിയ ചീത്തപ്പേര് മാറാൻ ഇതന്നെയാണ് നല്ലത്. എന്തായാലും മോളെ, ഒരെന്താലും ഇല്ല അച്ഛാ. എൻ്റെ സന്തോഷം വലുതെന്നല്ല അച്ഛൻ പറയാറ്. അങ്ങനെയാണെങ്കിൽ ഇനി എതിര് പറയരുത്. ഇതായിരിക്കും എൻ്റെ വിധി. അതും പറഞ്ഞ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അതുവരെ അടക്കി നിർത്തിയ സങ്കടം കരഞ്ഞു നിർത്തും. കുറച്ചു മാറി തന്നെ കൈകെട്ടി നോക്കി നിൽക്കുന്ന സഞ്ജയെ കണ്ടതും ദേഷ്യത്തിൽ മുഖം തിരിച്ച് ഉള്ളിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു. അച്ഛന് ഭേദമായത് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കി പോന്നിരുന്നു. അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്ന വ്യാജേനെ അവൻ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ മുന്നിൽ പോയി നിൽക്കാതെ വേഗം റൂമിൽ കയറി അവൻ പോകുന്നതുവരെ വാതിലടച്ചിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നാണ് തൻ്റെ ജീവിതത്തിലെ ആ നശിച്ച ദിവസം, അവനുമായുള്ള തൻ്റെ വിവാഹം. രണ്ട് വീട്ടുകാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ളൊരു ചെറിയ ചടങ്ങ്, അതും കുറച്ച് ദൂരെയുള്ള ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. മനസ്സിനെ കല്ലാക്കി പതിവ് പോലെ കുളിച്ചു വന്ന് അവർ കൊണ്ടുതന്ന ചുവപ്പ് കരയുള്ള സെറ്റും കൊണ്ടും അതിന് മാച്ചായ ബ്ലൗസും എടുത്തിട്ട് ഇടുപ്പറ്റമുള്ള മുടി അഴിച്ച് കുളിർപ്പിന്നിലിട്ടു. നെറ്റിയിലൊരു ചുവന്ന കുഞ്ഞിപ്പൊട്ടും കരഞ്ഞു വീർത്ത കണ്ണും എല്ലാവരിൽ നിന്നും മറക്കാനായി ഇത്തിരി കൺമശിയും എടുത്തെഴുതി. ഇരു കയ്യിലും കുപ്പിവള എടുത്തിട്ടു. കാതിൽ പഴയ സ്റ്റഡ് തന്നെ ഇട്ടു. ഒരുക്കം കഴിഞ്ഞപ്പോഴേക്കും അമ്മ റൂമിലേക്ക് വന്നു. തന്നെ നോക്കി വേദന നിറഞ്ഞൊരു ചിരി നൽകി ബെഡിലിരുത്തി അടുത്തിരുന്നൊരു കുഞ്ഞു ബോക്സ് കയ്യിൽ വെച്ച് തന്നു. എന്താ മേത്? അമ്മയുടെയും അച്ഛൻ്റെയും കുഞ്ഞു സമ്മാനം, തുറന്നു നോക്ക്. അത് തുറന്നു നോക്കിയതും കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ അമ്മ എനിക്കിത്? എൻ്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി സന്തോഷത്തോടെ സ്വരുക്കൂട്ടി വെച്ചതാ. പക്ഷെ ഇതായിരിക്കും വീതി. അതും പറഞ്ഞവർ അതിലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മാല എടുത്ത് കഴുത്തിലിട്ട് തന്നു. പിന്നെ ഒരു കുഞ്ഞു ചിമിക്കിയായിരുന്നു. അത് കാതിലെ കമ്മലിന് പകരം എടുത്തിട്ടു. ഇപ്പൊ എൻ്റെ മോള് സുന്ദരിയായി. അതും പറഞ്ഞ് നെറുകയിൽ ചുംബിച്ച അമ്മ പൊട്ടിക്കരഞ്ഞതും വൈകിയും കരഞ്ഞു പോയിരുന്നു. പുറത്തുനിന്ന് ഒരു തേങ്ങൽ കേട്ടതും നോക്കിയപ്പോൾ കാണുന്നത് കരച്ചിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്ന അമ്മുവിനെയും വിച്ചുവിനെയാണ്. കൈമാടി അടുത്തേക്ക് വിളിക്കേണ്ട താമസം ഇരുവരും ഓടി വന്ന് ഇറുക്കപ്പെടുന്ന് കരയാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും കാറും കൊണ്ട് രാജീവ് മാമൻ വന്നു. ഇറങ്ങാൻ സമയമായെന്ന് പറഞ്ഞതും അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. ഉള്ളിലെരിയുന്ന സങ്കടത്തെ അടക്കി നിർത്തി അവർ ചിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും നെഞ്ചുപൊട്ടുപോലെ തോന്നി. ആദ്യമായി ജീവിതത്തിനോട് തന്നെ വെറുപ്പ് തോന്നി. രാജീവ് മാമൻ അച്ഛനെ താങ്ങി പിടിച്ച് കോടതി വിസിലേക്ക് ഇരുത്തി. പിന്നെ ഞങ്ങൾ കൂടി കയറിയതും യാത്ര തുടർന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇടയ്ക്ക് അമ്മയുടെയും അമ്മുവിൻ്റെയും വിച്ചുവിൻ്റെയൊക്കെ അടക്കി പിടിച്ച തേങ്ങൽ കേട്ടെങ്കിലും കേൾക്കാത്ത പോലെ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു. അച്ഛൻ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ഞാനും അവനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് കൊണ്ട് അച്ഛൻ തന്നോട് മിണ്ടാറില്ല. അതോർത്തപ്പോൾ സങ്കടം തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു. കണ്ണുകൾ നിറയാൻ സമ്മതിക്കാതെ ഇറക്കിയടിച്ചു. ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും അമ്മായി വന്നുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരു വീട്ടുകാരും സഞ്ജയുടെ കുറെ കൂതറ ഫ്രണ്ട്സും കുറച്ച് അമ്പല കമ്മിറ്റിക്കാരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു. അല്ലെങ്കിലും മാറവുമാട് തൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? ഇതേ സമയം സഞ്ജയുടെ കണ്ണുകളിൽ അവളിലായിരുന്നു. താൻ കൊടുത്ത സാരിയിൽ മിതമായ രീതിയിലാണെങ്കിലും സുന്ദരിയായി നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഇറക വാരി പുണരാനും ആ ചുവന്ന ചുണ്ടുകൾ കടിച്ചു വലിച്ചു നുണയാനും അവളെ പ്രാപിക്കാനും അവളിലെ പെണ്ണിനെ അറിയാനുമുള്ള ത്വര അവനിൽ വർദ്ധിച്ചു. അവളെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കിയവൻ ആ വെള്ളക്കണ്ണിലെ വിഷാദ തിളക്കം മാത്രം കണ്ടില്ല. മുഹൂർത്തമായെന്ന് പറഞ്ഞതും ജയന്തി അവളെ സഞ്ജയ്ക്ക് അരികിലേക്ക് കൊണ്ടു നിർത്തി. തൻ്റെ നേരെ താലി കൊണ്ടുവരുന്നവനെ കാണുകെ കണ്ണുകൾ ഇറുകിയടിച്ച് മരവിച്ച മനസ്സോട് അവന് മുന്നിൽ തലകുനിക്കുമ്പോൾ അറിഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് തനിക്കൊരു ജീവിതമില്ല. ആ നിമിഷം തൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടമായി പോയെങ്കിലെന്ന് അതിയായി ആഗ്രഹിച്ചു പോയിരുന്നു.
പെട്ടെന്നാണ് കാറ്റുപോലെ എന്തോന്ന് വന്നവനെ ചവിട്ടി തെറിപ്പിച്ചത്. നിലത്ത് വീണ് പിടയുന്ന സഞ്ജയെ നോക്കി പേടിയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കലിപ്പിൽ പിന്നിലേക്ക് മാൺപണ്ണിട്ട് വെച്ച മുടി മുറുക്കി സഞ്ജയുടെ അരികിലേക്ക് പാഞ്ഞു വെറുക്കുന്നവനെയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുന്നേ ദക്ഷിന്റെ തല്ലുകൊണ്ട് അവശനായ സഞ്ജയെയും തൂക്കിയെടുത്ത് ക്ഷേത്രത്തിന് പുറത്തേക്ക് നടന്നിരുന്നു. ദക്ഷിനെ കണ്ടതും സഞ്ജയുടെ ഫ്രണ്ട്സ് എല്ലാം പേടിച്ച് എതിലെയോ ഓടിപ്പോയിരുന്നു. പന്ന നായിന്റെ മോനെ, എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കുന്നോടാ പുല്ലേ. ഏതെങ്കിലും മാവന്മാരുടെ വാക്കും കേട്ട് ഈ ദക്ഷിണെ തകർക്കാൻ വേണ്ടി എന്റെ വീട്ടുകാരെല്ലാതാക്കാൻ നോക്കിയാ നിന്നെയൊക്കെ പരലോകം കാണിക്കും ഞാൻ. ഈ ദക്ഷി ജീവിച്ചിരിക്കുമ്പോ എന്റെ കുടുംബത്തിൽ ആരുടെ മേലും ഒരു തണ്ണി മണ്ണ് വാരിടാൻ പോലും നിന്നെയും നിന്റെ മറ്റവന്മാരെയും ഞാൻ അനുവദിക്കില്ല. മനസ്സിലാടാ പന്ന മോനെ. അതും പറഞ്ഞ് ദക്ഷ തന്റെ ദേഷ്യം തീരുവോളം സഞ്ജയായിട്ട് പെരുമാറി. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം ദക്ഷ ക്ഷേത്രത്തിൽ അടിയുണ്ടാക്കുന്ന വിവരം അറിഞ്ഞ് അർജുനും ഓടിപ്പിടിച്ച് അങ്ങോട്ട് വന്നിരുന്നു. തല്ലുകൊണ്ട സഞ്ജയെ ഒരു ദയവുമില്ലാതെ പെരുമാറുന്നവന്റെ ശരിക്കുള്ള അസുരഭാവം കണ്ടതും എല്ലാവരും അവനെ തടയാൻ ശ്രമിക്കാതെ പേടിച്ച് കാഴ്ചക്കാരെ പോലെ നിന്നു. ഇനിയും ദക്ഷിന്റെ കയ്യിൽ സഞ്ജയ് നിന്ന അവന്റെ കാര്യം പോക്കാണെന്ന് തോന്നിയതും അജുവും കുറച്ച് പോലീസുകാരും കൂടി ദക്ഷിനെ പിടിച്ചു മാറ്റി. കൊണ്ടുപോയി ജയിലിട്ടേരെ ഇവനെ, ആര് പറഞ്ഞാലും വിടണ്ട. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വിശദമായി കണ്ടോണ്ട് ഞാൻ ഈ നായിന്റെ മോനെ. ദക്ഷി സഞ്ജയെ എസ് ഐയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊണ്ട് പറഞ്ഞു. ദക്ഷി പറഞ്ഞതനുസരിച്ച് പോലീസുകാർ സഞ്ജയെയും തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് അവിടുന്ന് പോയിരുന്നു. എന്ത് നോക്കി നിൽക്കടാ നീയൊക്കെ? കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നവരെ കണ്ടതും ദക്ഷ അവിടെ നേരെ തിരിഞ്ഞതും എല്ലാവരും പേടിച്ച് അവനവന്റെ വഴിക്ക് പോയി. എന്റെ അച്ചു, വന്ന് നീ ക്ഷേത്രത്തിൽ വരെ തല്ലുണ്ടാക്കാൻ തുടങ്ങിയോ? എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇവൻ കാരണമാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ നോക്കി നടക്കാൻ നീ പൊന്ന മോനെ. ഇത്രയും ദിവസം അവൻ എന്റെ മുന്നിൽ പെടാതെ ഒഴിഞ്ഞു മാറി. ഇനിയും അവനെ വിട്ടാ അവൻ വളരും. എന്റെ കുടുംബത്തിന് നേരെ തിരിഞ്ഞവരെ ജീവനോടെ വിടില്ല ഞാൻ. ഇവൻ വെറും ചാവേറ് മാത്രം. ദക്ഷി ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി കാറിന്റെ ബോർഡിലേക്ക് ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ഭാവം അർജുനെയും ഭയത്തിലാക്കി. പെട്ടെന്നൊരു കോള് വന്നതും ദക്ഷി വേഗം അവിടുന്ന് കാറും എടുത്ത് പോയിരുന്നു. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണമെന്തോ. അർജുൻ അവൻ പോയ വഴിയെ നോക്കി ഊരൊക്കെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴും നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇന്നത്തോടുകൂടി തൻ്റെ ജീവിതം അവസാനിച്ചെന്ന് കരുതിയതാണ്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഇപ്പോഴും വിറയലാണ്. ഇതിനെല്ലാം ദൈവത്തിനോടാണോ അതോ ആ അസുരനാണോ നന്ദി പറയണമെന്ന് അറിയില്ല. ഈ വിവാഹം മുടങ്ങിയതിൻ്റെയും സഞ്ജയെ പോലീസ് കൊണ്ടുപോയതിൻ്റെയൊക്കെ ആവണം അച്ഛൻ്റെയും അമ്മയുടെയും വിച്ചുവിൻ്റെയും അമ്മുവിൻ്റെയൊക്കെ മുഖം സന്തോഷത്തിൽ തിളങ്ങി നിൽപ്പുണ്ട്. അമ്മുവിനും വിച്ചുവിനും സന്തോഷം കൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടോ എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ എന്നായാലും പുറത്തു വരും. അന്നവൻ തനിക്ക് വീണ്ടും ഒരു ഭീഷണിയാകും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മാവനെയും അമ്മായിയെയും കണ്ടപ്പോൾ സങ്കടം തോന്നി. അതുപോലൊരു മകന് ജന്മം കൊടുത്തതോർത്ത് എന്നും കണ്ണുനീർ വാർക്കാനും നാട്ടുകാരുടെ മുന്നിൽ അപമാനഭാരത്താൽ തലകുനിക്കാനുമാണ് ആ മാതാപിതാക്കളുടെ ഭീതി. അമ്മായി തൻ്റെ ഭാഗ്യദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിലെ വിഷമം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തി തീർത്തിട്ട് അവിടുന്ന് പോയി. പണ്ട് മുതലേ അമ്മായി പിന്നെ എങ്ങനെയാണ്, എന്തിനും ഏതിനും എന്നെ കുത്തി നോക്കും. ഒപ്പം ശാപവാക്കുകൾ കൊണ്ട് എന്നെ മൂടും. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം പണ്ട് മുതലേ കേട്ട് ശീലിച്ചവയായിരുന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ കണ്ടു വേലിക്കരികിൽ നിന്ന് മേന്തി കുത്തി നോക്കുന്ന അപ്പുറത്തെ വീട്ടിലെ ബിന്ദു ചേച്ചിയെ. ആ നിൽപ്പും നോട്ടവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ക്ഷേത്രത്തിൽ ഉണ്ടായതെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. വീണ്ടും താൻ എല്ലാവരുടെയും മുന്നിലും ഒരു സഹതാപ കഥാപാത്രമായി മാറിയിരിക്കുന്നു. അമ്മുവിനെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവർ വേഗം ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു. അവർക്ക് ഇത്രയെങ്കിലും പേടിയുള്ളത് അമ്മുവിനെയാണ്. കാരണം ഇടയ്ക്കോരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോക്കാൻ വരുമ്പോൾ ഞാനും അമ്മയും ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുമ്പോൾ അവർക്ക് നേരെ പലപ്പോഴും ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് പോകാറുള്ളത് അമ്മുവായിരുന്നു. തൻ്റെ പോലെയല്ല അവള്. എന്നും കേട്ട് സഹിച്ച് നിൽക്കാനൊന്നും അവളെ കൊണ്ട് കഴിയില്ല. കണ്ടതും കേട്ടതും അപ്പം തുറന്നു പറയാൻ മടിയില്ലാത്തൊരു പൊട്ടിപ്പെണ്ണാണ്. പെട്ടെന്ന് കയ്യിൽ ആരുടെയോ പിച്ച് കിട്ടിയപ്പോഴാണ് സ്വഭാവത്തിലേക്ക് വന്നത്. ഇച്ചേച്ചെന്താ പുറത്തുനിന്ന് സ്വപ്നം കാണുവാണോ? ഇടുപ്പിൽ കൈകുത്തി കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ ചോദ്യം കേട്ടതും ഇല്ലെന്ന രീതിയിൽ ചുമല് കൂച്ചി. പിന്നെ ഞാൻ എത്ര വിളിച്ചു? സോറി, കേട്ടില്ല. ഞാൻ ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയതാണ് മാഷേ. കളിയോട് അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും ചെക്കൻ കള്ളദേശത്തോടെ കൈകൾ തട്ടിമാറ്റിയിരുന്നു. ഇച്ചേച്ചി എന്തിനാ കഴിഞ്ഞതൊക്കെ ആലോചിക്കുന്നത്? ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി അതൊന്നും ഓർത്ത് എൻ്റെ ചേച്ചി സങ്കടപ്പെടണ്ട. അതിനെനിക്ക് സങ്കടമുണ്ടെന്ന് ആരാ പറഞ്ഞത്? എനിക്കൊരു സങ്കടമില്ല. എൻ്റെ ബീച്ചൂട്ടൻ കൂടുതൽ ആലോചിച്ച് ഈ കുഞ്ഞിത്തല പുണ്ണാക്കണ്ട, മനസ്സിലായോ? അതും പറഞ്ഞ് ചിരിയോട് അവൻ്റെ കവളിൽ തഴുകി ഉള്ളിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി വന്ന ശേഷം ചില തീരുമാനത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. കുറച്ചു നേരം അച്ഛനും അമ്മയായി സംസാരിച്ചു. അച്ഛൻ്റെ ഓപ്പറേഷൻ അമ്മാവൻ തന്ന പണം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് വീടിൻ്റെ ആധാരം എടുത്ത് കയ്യിൽ വെച്ച് തന്നത്. അമ്മേ, ഇത്
തൽക്കാലം ഇത് ബാങ്കിൽ പണയം വെക്കാൻ മോളെ. ഏട്ടന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും കിട്ടില്ലേ, അത് കൊടുക്കാം. വീട് പണയം വെക്കൊന്നും വേണ്ടമ്മേ, ഞാൻ വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിക്കൊണ്ട്. അത് വേണ്ട മോളെ, നീ അത് വാങ്ങ്. കുറേശ്ശെയായി പണം അടിച്ച് നമുക്കത് തിരിച്ചെടുക്കാം. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം തൽക്കാലം ആദരം പണയം വെക്കാമെന്ന തീരുമാനത്തിലെത്തിയിരുന്നു. അച്ഛനെ നോക്കിയപ്പോൾ കണ്ടു ആ കണ്ണിലെ നീർത്തിളക്കം. അത് തൻ്റെ കഷ്ടപ്പാട് ആലോചിച്ചാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ചു. പിറ്റേന്ന് തന്നെ ആധാരം പണയം വെച്ച് കിട്ടിയ ക്യാഷ് അമ്മാവനെ ഏൽപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ പഴയതുപോലെ തന്നെ പോയി. സീസൺ അടുപ്പിച്ച് ഷോപ്പിൽ തിരക്ക് കൂടിയതും നിന്ന് തിരിയാനുള്ള സമയമില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് മീര ലീവായിരുന്നു. അവളിവിടെ ജോലി ചെയ്യുന്നതിനൊപ്പം ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യുന്നു. എക്സാം ആകാൻ ഒരാഴ്ച കൂടി ഉള്ളത് കൊണ്ട് കക്ഷി ഒരാഴ്ച ലീവാണ്. ഷോപ്പിൽ തിരക്ക് കാരണം കുറച്ച് വൈകിയായിരുന്നു ഇറങ്ങിയത്. മീര മാത്രമായിട്ടേ തനിക്ക് അവിടെ കൂട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പ് വരെ തനിച്ചായിരുന്നു നടന്നിരുന്നത്.